ഒരാളുടെ 83 ജന്മങ്ങളിലൂടെ താങ്കൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ഡോക്ടർ ശ്രീകാന്ത് കാരയായിട്ട് സ്വന്തം ജീവിതത്തിലെ 4 ജന്മങ്ങളിലേക്ക് പോയി എന്ന് പറയുണ്ടായി. ഈ 4 ജന്മങ്ങൾ മനുഷ്യജന്മങ്ങൾ തന്നെയായിരുന്നു. തീർച്ചയായും മനുഷ്യന്മകൾ തന്നെയായിരുന്നു. മനുഷ്യൻ എത്ര വേണമെങ്കിലും മനുഷ്യൻ അങ്ങനെ പൂർവ്വജന്മങ്ങൾ ഉണ്ട് എന്ന് ഭാരതത്തിലെ ഋഷിമാർ നിരന്തരം പറയുന്നൊരു കാര്യമാണ്. അതിനൊരു വിദേശി, നമ്മളെപ്പോഴും ഒരു കിഴക്ക് എന്ത് പറയുന്നു എന്നുള്ളതാണ്, വിദേശികൾ എന്ത് പറയുന്നു എന്നാണ് നമ്മൾ എല്ലാ കാര്യത്തിലും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയ്ക്ക് ആക്സിഡൻ്റലിയാണ് അയാൾ ശരിക്കും പാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നത് കുട്ടീനെ. അവളുടെ 83 ജന്മത്തെക്കുറിച്ച് അദ്ദേഹം പല സമയത്തായിട്ട് ചർച്ച ചെയ്തിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ടെക്സ്റ്റായിരുന്നു അത്, മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ്. അതോടുകൂടിയാണ് അതുവരെ ഫിലോസഫിക്കലി മാത്രം 40ാമത്തെ വയസ്സിൽ ഞാൻ ഈ ജന്മം അവസാനിക്കുന്നു എന്ന് വെക്കാം, ഞാൻ എന്നായിരിക്കും പുനർജനിക്കുക. വിവാഹം കഴിഞ്ഞ് 15 ദിവസങ്ങൾ മാത്രം ഒരുമിച്ച് താമസിച്ച ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 2 പേരുടെയും പിതാക്കന്മാർ 4 പേർ മരണപ്പെട്ടു. അപ്പോൾ ഇവരുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ എനർജി അത് ഇപ്പോഴും അവിടെ ഉണ്ടാവും. ഈ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് എന്താ സംഭവിക്കുക എന്നുള്ളത് ലോകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് ഒരാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് പറയാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടാണ്. അദ്ദേഹം ഒരു പ്രശസ്ത സൈക്കോളജിസ്റ്റാണ്. നമസ്കാരം. നമസ്കാരം. ഒരുപാട് പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു പേരാണ് ശ്രീനാഥ് കാരയാട്ടിന്റെ ഒരു ഇന്റർവ്യൂ അബാക് മീഡിയയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. സന്തോഷം. തിരക്ക് പിടിച്ച ജീവിതമാണെന്നറിയാം. ഈ സൈക്കോളജിപരമായ കാര്യങ്ങളുമായി US-ലും ദുബായിലുമൊക്കെ അങ്ങ് സഞ്ചരിക്കുന്നു. അവിടെയൊക്കെ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ അങ്ങനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരാളുടെ 83 ജന്മങ്ങളിലൂടെ താങ്കൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അനുഭവം ഞാൻ സത്യത്തിൽ 83 ജന്മത്തിലൂടെ യാത്ര ചെയ്ത ഒരാൾ ഡോക്ടർ ബ്രയാൻ വേസ് എന്ന് പറയുന്ന ഒരാളാണ്. ഞാനത് പലപ്പോഴും എൻ്റെ പുസ്തകത്തിൽ, ഞാനൊരു പൂർവ്വ ജന്മത്തിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ ഞാൻ അതിൻ്റെ ആമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ വിഷയത്തിലേക്ക് അല്ലെങ്കിൽ PLR എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലേക്ക് താല്പര്യം തോന്നിയത് ഡോക്ടർ ബ്രയാൻ വെയിൽസ് എന്ന് പറയുന്ന ഒരാളുടെ മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അയാളൊരു അമേരിക്കൻ സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം കാതറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, വലിയ പ്രശ്നങ്ങളായിട്ട് വന്നൊരു കുട്ടിയെ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയ്ക്ക് ആക്സിഡൻ്റലിയാണ് അയാൾ ശരിക്കും പാസ്റ്റ് ലൈഫിലേക്ക് പോകുന്നത് കുട്ടീൻ്റെ. അവളുടെ 83 ജന്മത്തെക്കുറിച്ച് അദ്ദേഹം പല സമയത്തായിട്ട് ചർച്ച ചെയ്തിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ടെക്സ്റ്റായിരുന്നു അത്, മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ്. അതോടുകൂടിയാണ് അതുവരെ ഫിലോസഫിക്കലി മാത്രം പൂർവ്വജന്മങ്ങൾ ഉണ്ട് എന്ന് ഭാരതത്തിലെ ഋഷിമാർ നിരന്തരം പറയുന്നൊരു കാര്യമാണ്. അതിനൊരു വിദേശി, നമ്മളെപ്പോഴും ഒരു കിഴക്ക് എന്ത് പറയുന്നു എന്നുള്ളതാണ്, വിദേശികൾ എന്ത് പറയുന്നു എന്നാണ് നമ്മൾ എല്ലാ കാര്യത്തിലും നോക്കുന്നത്. അപ്പം അത് പറഞ്ഞപ്പോൾ കൊണ്ട് ഇൻട്രസ്റ്റ് ആവുകയും അദ്ദേഹം അത് പറയുക മാത്രമല്ല, അത് അതിനൊരു സിസ്റ്റം, ഏതൊരാൾക്കും അവരെ PLRയിലേക്ക് പോകാൻ പറ്റും, അതിനൊരു മെഡിറ്റേഷനൊക്കെ അദ്ദേഹം അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തത്. എനിക്ക് ഒരുപാട്, ഞാൻ അതിൽ വളരെ ആഴത്തിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളല്ല, ഞാൻ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് പഠിച്ച ഒരാളാണ്. ഞാൻ യൂട്യൂബിൽ അതിനെക്കുറിച്ച് ഏതൊരാൾക്കും അതിനൊരു മെഡിറ്റേഷൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഞാനാണ് ചെയ്തത്. അത് ചെയ്തിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ അവരെ പൂർവ്വജന്മത്തൊക്കെ കണ്ട് പല എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും PLR ഒരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് ശാസ്ത്രം പറയുന്നത്. വലിയൊരു ശതമാനം സൈക്കോളജിസ്റ്റുമാർ ബ്രയാൻ വേവ്സിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ അമേരിക്കയിൽ വലിയൊരു ശതമാനം അതിനെ അംഗീകരിക്കാത്തവരുണ്ട്. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ താങ്കൾ പല ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരാളുടെ എത്ര ജന്മം വരെ താങ്കൾക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്? മറ്റുള്ളവരെക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ജന്മത്തെ, ഞാൻ ഏതാണ്ട് എൻ്റെ 4 പാസ്റ്റ് ജന്മത്തെക്കുറിച്ച് മെഡിറ്റേഷനിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ കുറേ എൻ്റെ ഈ പലപ്പോഴും എൻ്റെ ഈ ജന്മത്തിലുള്ള പല വിഷയങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടിയത്, അല്ലെങ്കിൽ ചില ഓർമ്മകളൊക്കെ, അത് നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തപ്പോൾ നമുക്ക്, ഞാൻ ആദ്യത്തെ 8 പ്രാവശ്യം PLR മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒന്നും കണ്ടില്ല, അട്ടർലി പരാജയമായിരുന്നു. അങ്ങനെ ഈ സാധനം ഒരു ശുദ്ധ തട്ടിപ്പാണ്, ഈ PLR എന്ന് പറയുന്ന സാധനം തട്ടിപ്പാണ്, ഇങ്ങനെ ഒരു സാധനം ഇല്ല, ഇത് മനുഷ്യന് വെറുതെ തോന്നുന്നതാണ്, ചിന്തയിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ച് പറയുന്നതാണ്, അങ്ങനെ തോന്നുന്നില്ല, മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിച്ച ഒരാളാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു സാധനം തെറ്റാണെന്ന് പറയണമെങ്കിലും നമ്മൾ അത് ചെയ്തു നോക്കണമല്ലോ. അങ്ങനെ ഞാൻ ചെയ്തപ്പോഴാണ് പിന്നീട് എനിക്ക് കുറച്ചും കൂടി കാണാൻ പറ്റിയതും. പിന്നെ വളരെ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്നു, നമ്മുടെ പാസ്റ്റ് ലൈഫ് കാണുന്നു, ഇത് നമ്മുടെ ഭാവനയായിരിക്കില്ലേ, സത്യമായിരിക്കും? അതിൽ ഭാവനയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകൾ, ഒരുപാട് ടെസ്റ്റുകൾ ഈ PLRൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൂസി ഡ്രീമിങ് എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങൾ, നിങ്ങൾ സ്വപ്നത്തിലാണോ കാണുന്നത്, യഥാർത്ഥമാണോ എന്നുള്ളത്, ഭാവനയാണോ,
നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകൾ PLR ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് PLR ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം ഈ ബ്രയാൻ വേവ്സിൻ്റെ കേസിൽ തന്നെ ഈ കുട്ടിയോട് ഓരോ ജന്മത്തേക്ക് പോകുന്ന സമയത്ത് അവൾ എവിടെയാണ്, ആ സ്ഥലത്തെക്കുറിച്ച് അവൾ പറയുന്നുണ്ട്, ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, കലണ്ടറിലേക്ക് നോക്കാൻ പറയുന്ന സമയത്ത് കലണ്ടറിൽ കാണുന്ന ഡേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിൽ ചുറ്റുമുള്ള ആൾക്കാർ ധരിച്ച ഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ പറയുന്ന ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഭാവനയിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ റിയലായിരുന്നു. ഇയാൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പം അതാത് കാലഘട്ടത്തിൽ ആ സ്ഥലത്ത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഡോക്ടർ ശ്രീകാന്ത് കാരയായിട്ട് സ്വന്തം ജീവിതത്തിലെ 4 ജന്മങ്ങളിലേക്ക് പോയി എന്ന് പറയുണ്ടായി. ഈ 4 ജന്മങ്ങൾ മനുഷ്യജന്മങ്ങൾ തന്നെയായിരുന്നു. തീർച്ചയായും മനുഷ്യജന്മങ്ങൾ തന്നെയായിരുന്നു. മനുഷ്യൻ എത്ര വേണമെങ്കിലും മനുഷ്യൻ അങ്ങനെ ഒരു ജന്മം മാത്രമേ മനുഷ്യജന്മം ഉണ്ടാവൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഒരു ഹബ്ബാണ്. അവിടെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. നിങ്ങൾ എങ്ങോട്ട് പോകണം, ഒരുപാട് വഴികളുണ്ട് അങ്ങോട്ട്. മറ്റ് സാധാരണ ജീവികളെ സംബന്ധിച്ച് അവർക്ക് കർമ്മഫലമില്ല, അവർ ധർമ്മം മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ഇൻസിസ്റ്റ് ആയിട്ട് ഒരു വഴി കൂടി മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ, അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. മനുഷ്യനാണ് അനേകായിരം ഓപ്ഷൻ ഉള്ളത്. അതുകൊണ്ട് മനുഷ്യന് അവൻ്റെ കർമ്മഫലത്തിനനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും എന്നാണ് ഭാരതത്തിലെ ദ ലോ ഓഫ് കർമ്മ ഭാരതം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ്. അതിപ്പോൾ ഞാൻ സിമ്പിളായി ചോദിക്കും, സാധാരണക്കാർക്ക് ഉണ്ടാകുന്നുള്ളൂ പൂർവ്വജന്മവും പുനർജന്മവും ഉണ്ടാകുമ്പോൾ. ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, രോഹിത് എന്ന് പറയുന്ന വ്യക്തി, ഞാനിവിടെ താങ്കൾക്ക് മുന്നിൽ ഇന്റർവ്യൂ എടുക്കാനിരിക്കുന്നു. എൻ്റെ ഇപ്പോഴുള്ള കർമ്മം, ഞാൻ എൻ്റെ ഡിഗ്രി വരെയുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുക. ഡിഗ്രിക്ക് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ എന്താണോ ഞാൻ വഹിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തം, ഇവിടെ എത്താൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 20 മേഖലകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവും. അവിടെ എല്ലാം എൻ്റെ റോളുകൾ പലതായിരുന്നു. ഓക്കെ, ഇത്രത്തോളം വേഷങ്ങൾ കെട്ടിയാടിയ ഒരാൾ എന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ. എനിക്കിപ്പോൾ പ്രായം 35. എൻ്റെ 40ാമത്തെ വയസ്സിൽ ഞാൻ ഈ ജന്മം അവസാനിക്കുന്നു എന്ന് വെക്കുക. ഞാൻ എന്നായിരിക്കും പുനർജനിക്കുക? ഈ ഡേറ്റ് അല്ലെങ്കിൽ എന്നായിരിക്കും നിങ്ങൾ ചോദിച്ചല്ലേ, അതിപ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു സ്കെയിലുണ്ട് നമുക്ക്. ആ സ്കെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടൈമിനെ അളക്കുന്നത്. നമ്മളെ ക്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ചിലപ്പോൾ വർഷങ്ങളായിരിക്കണമെന്നില്ല, മറ്റ് ജീവികളെ വർഷങ്ങൾ. മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ക്ലോക്ക് കൊണ്ടാണ് നമ്മൾ കാലത്തെ അളക്കുന്നത്. അപ്പം ഉദാഹരണത്തിന് എന്നുള്ള കാര്യം ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ശരീരത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ടൈമിനെ അളക്കുന്നത്. ഈ ക്ലോക്ക് ലോകത്തെല്ലാവർക്കും ഈ ക്ലോക്ക് അല്ല. അതുകൊണ്ട് കാലം എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. അതായത് മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ ഈ ക്ലോക്ക്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. ഒരു മഴപ്പാറ്റിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ആഴ്ച ആയിരിക്കും, അല്ലെ ഒരാഴ്ച ആയിരിക്കും. ഈ ഒരാഴ്ചേൻ്റെ ഇടയ്ക്ക് ഈ പാറ്റ ജനിക്കുന്നുണ്ട്, വലുതാവുന്നുണ്ട്, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് പ്രായമാവുന്നുണ്ട്, പെൻഷൻ പറ്റുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഈ പാറ്റ മരിച്ചു പോകുന്നുണ്ട്. ഈ പാറ്റേൻ്റെ ലൈഫ് സ്പാൻ തന്നെ പാറ്റേനെ സംബന്ധിച്ചത് ഭയങ്കര വലിയ ലൈഫ് സ്പാനാണ്. അതിനിടയ്ക്ക് 3 പാറ്റ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, ഈ ജീവിതം മടുത്ത് എന്ന് പറഞ്ഞിട്ട്. കാരണം അവരെ സംബന്ധിച്ച് അത് വളരെ ലൈഫ് സ്പാനാണ്. നമ്മൾ ഈ 100 കൊല്ലത്തെ കാണുമ്പോൾ നമ്മൾക്കൊരു സ്കെയിൽ ഉണ്ടല്ലേ, അതേപോലെ അതിനും ചിലപ്പോൾ ജീവിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതേപോലെ 400 കൊല്ലം ജീവിക്കുന്ന ആമയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പാറ്റേനെ കുറിച്ച് ചിന്തിക്കില്ല, 2 ആഴ്ച ജീവിക്കുന്നുണ്ട്, ഭയങ്കര കഷ്ടം. ഇതേ പുച്ഛം ആമയ്ക്ക് നമ്മളോട് ഉണ്ടാവും. 400 കൊല്ലം ജീവിക്കുന്ന ആമാവ് മനുഷ്യതാ ജനിക്കുമ്പോഴേക്ക് മരിച്ചുപോയി. നമ്മൾ ഈ 100 കൊല്ലം ജീവിക്കുന്ന നമുക്ക് തന്നെ ഇതിന്റെ അല്ലേ, എല്ലാവരും അങ്ങനെയാന്ന് പറയുന്നില്ലേ, ജീവിതം ദുരിതാന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ജീവിതം ഏറ്റവും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, ഓരോ ജീവിയുടെയും നിങ്ങൾ ഏത് ബോഡിയിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം സോൺ മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ടൈം എന്ന് പറയുന്ന ഒരു സ്പാൻ അത് ഓരോ ജീവിക്കും വ്യത്യസ്തമാണ്, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഈ ടൈം സ്പാൻ അല്ലാതെ വേറെ ഒരുപാട് വസ്തുക്കളുടെ അവിടെ ഇപ്പം ഭാരതത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്മാരുടെ ഒരു വർഷമാണ് പിതൃക്കൾ ഒരു ദിവസം, അതുപോലത്തെ പിന്നെ ഇത്ര വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ചോദ്യം ഞാൻ സിമ്പിളായിട്ട് തന്നെ ചോദിക്കട്ടെ. ഞാൻ ഈ ദേഹം വെടിഞ്ഞാൽ എന്റെ ദേഹി മറ്റൊരു ദേഹത്ത് കടന്നുകൂടാൻ ഒരുപാട് വർഷങ്ങൾ, നമ്മുടെ ക്ലോക്കിലെ വർഷങ്ങൾ എടുക്കും. നമ്മുടെ ക്ലോക്ക് അല്ല, നമ്മുടെ ക്ലോക്ക് അല്ല ഈ വിഷയം. ഈവൻ സമയം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയതാ. എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം, യഥാർത്ഥ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്റെ ദേഹം വെടിഞ്ഞാൽ എന്റെ ദേഹി ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു ദേഹത്ത് കൂടാതെ അലിഞ്ഞു നടക്കും. ആ ഒരു എനർജി ഉണ്ടാവും, ആത്മാവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവും. എനർജി ഉണ്ടാവും. അത് എപ്പോഴും എന്ന് അറിഞ്ഞുകൂടാ. അതായത് എപ്പോൾ വേണമെങ്കിലും യോഗ്യമായ നിങ്ങളുടെ ഈ സോളിന് യോഗ്യമായ ജന്മം കിട്ടുന്നതുവരെ ആത്മാവോടെ ഉണ്ടാവും. അതിന് നമുക്ക് പത്ര കാലം എന്ന് പറയാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ ആൾക്കാരെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ 3 മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കാണ് പറയുന്ന മാതിരിയുള്ള ഒരു പീരീഡ് ഒന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ,
ആയിരക്കണക്കിന് ഈ വർഷങ്ങളായി. കഴിഞ്ഞ ദിവസം കൂടുതൽ 4 പേർ വിവാഹം കഴിഞ്ഞ് 15 ദിവസങ്ങൾ മാത്രം ഒരുമിച്ച് താമസിച്ച ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 2 പേരുടെയും പിതാക്കന്മാർ 4 പേർ മരണപ്പെട്ടു. ഇപ്പോൾ ഇവരുടെ ആത്മാവ് അല്ലെങ്കിൽ ഈ എനർജി അത് ഇപ്പോഴും അവിടെ ഉണ്ടാവും. അല്ല, ഈ അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സുഹൃത്തെ, ഈ സാധനം ഇതൊരു എന്താണ്, ഇതൊരു ഫോമാണ്. ഇതിന് മാത്രമേ നിൽക്കാൻ ഒരു സ്പേസ് വേണ്ടൂ. ഓക്കെ. ഈ എനർജി എന്ന് പറയുന്ന സാധനം നിൽക്കാൻ അവിടെ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇത് വെച്ചാൽ അവിടെ നിൽക്കുന്ന ഒരു സാധനം അല്ലല്ലോ. എനർജി ഇപ്പം വ്യാപിച്ച് നിൽക്കുന്ന അതിന് സ്പേസ് വേണ്ടല്ലോ. അപ്പോൾ നിറഞ്ഞിരിക്കുന്ന സാധനമാണ്. എവിടെ വേണമെങ്കിലും ഉണ്ടാവും, അവിടെ ഉണ്ടാവും, എവിടെ വേണമെങ്കിലും ഉണ്ടാവും. അപ്പം ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ആത്മാവ് 100 ദിവസക്കാലം ആ വീട് വിട്ടു പോകില്ല, ബന്ധപ്പെട്ടവരെ വിട്ടു പോകില്ല, അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ വീട്ടിലുണ്ടാവും. അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗുണമാകില്ല, ആ എനർജി ദോഷമായി ഭവിക്കും. ഭാര്യയും മക്കളും അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമേ ഉള്ളൂ. മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ എനർജി ശത്രുവായിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഈ ശത്രുത, മിത്രം എന്നൊക്കെ പറയുന്നത് ബുദ്ധി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ബുദ്ധിന്റെ കാഴ്ചപ്പാടിലാണ് ഇത് അനുകൂലം, പ്രതികൂലം, നല്ലത്, ചീത്ത എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞ ഒരു സത്യസന്ധമായ ഒരു കാര്യം പറയട്ടെ, ഈ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് എന്താ സംഭവിക്കുക എന്നുള്ള ലോകത്ത് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് ഒരാൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് പറയാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അതാരാ?